വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന തുണികളുണ്ടല്ലോ, ആ തുണികൾ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. വെൽക്കം ടു ക്രാഫ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഫോർ യു. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വൈസ് ആണ് ഈ പഴംതുണി ഉപയോഗിച്ച് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റിലേക്ക് നമുക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേഗം ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മൾ കളയാൻ വെക്കുന്ന പഴംതുണി വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സിമെൻറ്റും പഴംതുണിയുമാണ്. പഴയ കോട്ടൺ തുണികൾ എന്തെങ്കിലും അല്ലെങ്കിൽ ടർക്കി ഇങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സിമെൻറ്റാണ്. ഈ സിമെൻറ്റ് കട്ടയൊന്നും കൂടാത്ത നല്ല സിമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് പഴയ സിമെൻറ്റ് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല സിമെൻറ്റ് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഴയ കുപ്പി, ഇപ്പോൾ അടിഭാഗം പരന്നത് അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ളത് അങ്ങനത്തെ ഏതെങ്കിലും പഴയ കുപ്പികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ സിമെൻറ്റിൽ മുക്കിയ തുണി ഇതിന് മുകളിലേക്ക് ഇടുന്നത്. അതിനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോകാതെ ഒത്തിരി പേസ്റ്റായി പോകാതെ അതിൻ്റെ ആ ഒരു മീഡിയം പാകത്തിൽ, ഇപ്പോൾ തുണിയൊക്കെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയാൻ പാകത്തിന്, അതിനകത്ത് പറ്റി പിടിച്ചിരിക്കാൻ പാകത്തിന്, അതാണ് അതിൻ്റെ ഒരു പാകം. ഈ ബലൂൺ, ഇതിൻ്റെ അടുത്തിരിക്കുന്ന ബലൂൺ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. പക്ഷേ ബലൂൺ കട്ടിയില്ലാത്തത് കൊണ്ട് അത് ചീറ്റിപ്പോയി, ശരിയായില്ല. അപ്പോൾ ആ ക്രാഫ്റ്റ് വേറെ ഒരിക്കലാവാം. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് സിമെൻറ്റ്. ഇനി നമുക്ക് തുണി എടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ടർക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സിമെൻറ്റിൻ്റെ ആ ഒരു വെള്ളവും സിമെൻറ്റും പറ്റി പിടിച്ചിരിക്കാൻ പാകത്തിനുള്ള തുണിയായിരിക്കണം. അതായത് കുറച്ച് നല്ലതുപോലെ അബ്സോർബ് ചെയ്യുന്ന തുണിയാണ് ഏറ്റവും നല്ലത്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു തുണിയാണ്. ഇത് കളയാൻ വെച്ചിരുന്ന കൊള്ളില്ലാത്തൊരു തുണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്വയർ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പീസ് സിമെൻറ്റ് ലായനിയിൽ നമുക്ക് മുക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് സിമെൻറ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈ തുണി അതിലേക്ക് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് 3-4 പ്രാവശ്യം നമുക്കൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും ഈ സിമെൻറ്റ് നല്ലതുപോലെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഇനി സിമെൻറ്റ് ലായനിയിൽ മുക്കിയ ആ തുണി നമുക്ക് വിടർത്തി ഇതിൻ്റെ മുകളിലേക്ക്, നമ്മൾ എന്താണോ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയാണെങ്കിൽ കുപ്പി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇനി ഇളകാതെ നിൽക്കുന്ന ഒന്നായിരിക്കണം. പിന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് പരന്നതായിരിക്കണം. എന്നാലാണ് നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ട് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുപ്പി കമത്തി വെച്ചിരിക്കിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനെ ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ ആ തുണി തൊങ്ങലുകൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ബാലൻസ് വന്ന സിമെൻറ്റിൻ്റെ ആ ലൈനി, സിമെൻറ്റ് കലക്കി വെച്ച പേസ്റ്റ് ഇല്ലേ, അത് കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ 2 എണ്ണത്തിലും കൂടെ ഇതുപോലെ മുക്കിയെടുത്ത് നമ്മൾ ഫ്ലവർ വൈസ് ഉണ്ടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 12 hours ആണ് കേട്ടോ അത് നല്ല ഉണങ്ങി വരാനായിട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 20-25 hours ഒക്കെ ആകുമ്പോഴാണ് അത് നല്ലതുപോലെ ഉണങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോൾ ഈ ചെറുത് മാത്രമാണ് പെട്ടെന്ന് ഉണങ്ങി വന്നത്. ബാക്കി 2 ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ചെറുതിലേക്ക്, അത് ഉണങ്ങിയല്ലോ നന്നായിട്ട്, ഇനി അതിലേക്ക് നമുക്ക് ബാക്കി പെയിൻറ്റും എല്ലാം അപ്ലൈ ചെയ്യാം. നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉണങ്ങിയത് നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ടാവും സിമെൻറ്റ് തേച്ചത് കൊണ്ട്. അല്ലാത്തത് ഒരു തളുന്നുള്ള ഇതിലായിരിക്കും നിൽക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഉണങ്ങാനായിട്ട് നമുക്ക് വിടാം. ഈ ചെറുത് നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഇളക്കിയെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പതിയെ മാറ്റി വേണേ എടുക്കാനായിട്ട്. പെട്ടെന്ന് ചെന്ന് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതിയെ വേണം അത് അടർത്തി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ചെറുതിൽ പെയിൻ്റ് എല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എങ്ങനെയാണോ ഇത് വെച്ചത് അതുപോലെ തന്നെ അത് കമത്തി വെക്കാം കുപ്പിയിൽ തന്നെ. അതിനുശേഷം നമുക്ക് സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അത് നല്ലതായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം, ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവർ വേസിൻ്റെ മുകളിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം.
ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഈ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ഒന്ന് ഉണങ്ങട്ടെ. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ലതുപോലെ സ്പ്രേ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകവശം കൂടെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം 2 ഭാഗവും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന അത്രയും സമയവും ലാഭമാണ്. ഇതാ നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അട്രാക്ഷൻ തോന്നില്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആ ഒരു അരികിൽ നമുക്ക് വേറൊരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് റെഡിഷ്, ഒരു പിങ്കിഷ് കളറായിട്ടുള്ള കുറച്ച് അത്ര ഡാർക്ക് റെഡ് അല്ല, ആ ഒരു പെയിൻ്റാണ്, ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ ഇതിലേക്ക് വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടി കൂട്ടാം കേട്ടോ, ഈ വരയുടെ ഒരു കട്ടി കൂട്ടാം. ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു നേർത്ത വരയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ്റെ കട്ടി കൂട്ടും തോറും കുറച്ചും കൂടെ ഒരു നല്ല ഭംഗി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ വീട്ടിലിത്. സിമെൻ്റ് ഉണ്ടെങ്കിൽ, പഴയ തുണി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറം ഭാഗമൊന്നും അത്ര മിനുക്കാതെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ സിമെൻറ്റിൻ്റെ കട്ടകളൊക്കെ അതിനകത്ത് ഇങ്ങനെ പതിയെ ഇരിക്കുന്നുണ്ട്, നമ്മൾ കണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു സിമെൻറ്റിൻ്റെ ലൈനി വേറെ കലക്കി കുറച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ആ റെഡ് ലൈനും കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടിയതല്ലേ. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ഫ്ലവർ വേസ്. പഴന്തുണി പോലും കളയാനില്ല, വേസ്റ്റ് ചെയ്ത് അത് വരെ വെച്ച് നമുക്ക് കിടിലൻ ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യണം കേട്ടോ. അവർക്കും നല്ല നല്ല ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ചെത്തിപ്പൂവൊക്കെ വെച്ച് നമുക്കൊന്ന് അലങ്കരിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ തന്നെ നമുക്ക് ഫ്ലവേഴ്സായിട്ട് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. ചെത്തിപ്പൂ വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് ഇന്നത്തെ. കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിരവധി വീഡിയോസ് ക്രാഫ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഫോർ യുവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കിടിലൻ നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.